ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മളുടെ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ മക്കളുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള മക്കളുടെ ടൈം ടേബിൾ ആണ് കേട്ടോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കൂ മക്കളെ, 1ാം ക്ലാസ്സിലെ മക്കൾക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 17ാം തീയതിയാണ്. ഡിസംബർ 17-ന് ഫസ്റ്റത്തെ എക്സാം ഉദ്ഗ്രഥിതം 1 ആണ് വരുന്നത്, ഇൻ്റഗ്രേഷൻ 1 കേട്ടോ. പിന്നെ അടുത്തത് 18ാം തീയതി ഉദ്ഗ്രഥിതം 2, ഇൻ്റഗ്രേഷൻ ഡേ 2. പിന്നെ 19ാം തീയതി വരുന്നത് ഗണിതമാണ്, മാത്സ് ആണ്. 19 കഴിഞ്ഞ് പിന്നെ 20ഉം 21ഉം പരീക്ഷയില്ല. 22ാം തീയതി നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് വരുന്നത്. പിന്നെ ഡിസംബർ 23 അവസാനത്തെ പരീക്ഷ, അന്ന് അറബിക്ക് അല്ലെങ്കിൽ സംസ്കൃതം. ഇനി 2ാം ക്ലാസ്സിലെ മക്കളുടെ പരീക്ഷയും ഇതുപോലെ തന്നെ 17ാം തീയതിയാണ് തുടങ്ങുന്നത്. ഡിസംബർ 17-ന് അവർക്ക് അറബിക്കോ അല്ലെങ്കിൽ സംസ്കൃതമോ ആണ്. 18ാം തീയതി ഉദ്ഗ്രഥിതം 1, ഇൻ്റഗ്രേഷൻ ഡേ 1 ആണ്. 19ാം തീയതി ഉദ്ഗ്രഥിതം 2, ഇൻ്റഗ്രേഷൻ 2. 22ാം തീയതി 20ഉം 21ഉം ഇല്ല. 22ാം തീയതി ഗണിതം, മാത്സ് ആണ് വരുന്നത്. 23ാം തീയതി ഇംഗ്ലീഷാണ് വരുന്നത്. 3ാം ക്ലാസ്സിലെ മക്കളുടെ പരീക്ഷയും തുടങ്ങുന്നത് 17ാം തീയതിയാണ്. ഡിസംബർ 17-ന് അവർക്ക് ആദ്യത്തെ പരീക്ഷ ഇംഗ്ലീഷാണ്. പിന്നെ രണ്ടാമത്തേത് 18ാം തീയതി. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പരിസര പഠനം EVS ആണ്. പിന്നെ അതുപോലെ 19ാം തീയതി വരുന്നത് അറബിക്കോ അല്ലെങ്കിൽ സംസ്കൃതമോ ആണ്. പിന്നെ 20, 21 ഇല്ല. 22ാം തീയതി വരുന്നത് ഗണിതം, മാത്സ് ആണ്. 23ാം തീയതി മലയാളമാണ് വരുന്നത്. അടുത്തതായിട്ട് 4ാം ക്ലാസ്സിലെ മക്കളുടെ പരീക്ഷ ടൈം ടേബിൾ നോക്കാം. 4ാം ക്ലാസ്സിലെ മക്കൾക്കും പരീക്ഷ തുടങ്ങുന്നത് ഡിസംബർ 17-ന് തന്നെയാണ്. അന്ന് അവർക്ക് മലയാളമാണ്. പിന്നെ 18ാം തീയതി ഇംഗ്ലീഷാണ്. 19ാം തീയതി ഗണിതം, മാത്സ് ആണ്. പിന്നെ 20, 21 ഇല്ല. 22ാം തീയതി അറബിക്കോ സംസ്കൃതമോ. 23ാം തീയതി പരിസര പഠനം EVS ആണ് അവസാനത്തെ പരീക്ഷയായിട്ട് വരുന്നത്. 5ാം ക്ലാസ്സിലെ മക്കൾക്ക് 15ാം തീയതി പരീക്ഷ തുടങ്ങുന്നുണ്ട്. 15ാം തീയതി അവർക്ക് മലയാളം, അതായത് കേരള പാഠാവലി അല്ലെങ്കിൽ അറബി, അതല്ലെങ്കിൽ സംസ്കൃതം. പിന്നെ 16ാം തീയതി ഇംഗ്ലീഷാണ്. 17ാം തീയതി ഹിന്ദിയാണ്. അതിന് തൊട്ടടുത്ത ദിവസം 18ാം തീയതി അടിസ്ഥാന ശാസ്ത്രമാണ് രാവിലെ വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം കലാപ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസം വരുന്നുണ്ട്. പിന്നെ 19ാം തീയതി അടിസ്ഥാന പാഠാവലി, അതായത് മലയാളം സെക്കൻഡ് ആണ്. പിന്നെ 20, 21 ഇല്ല. 22ാം തീയതി ഗണിതം, മാത്സ് ആണ്. 23ാം തീയതി സാമൂഹ്യശാസ്ത്രം, സോഷ്യൽ സയൻസ് ആണ്. അടുത്തതായിട്ട് 6ാം ക്ലാസ്സിലെ മക്കൾക്ക് 15ാം തീയതി തന്നെ പരീക്ഷ തുടങ്ങുന്നുണ്ട്. അന്ന് അവർക്ക് അടിസ്ഥാന പാഠാവലിയാണ്, അതായത് ഫസ്റ്റ് വരുന്നത് മലയാളം സെക്കൻഡ് ആണ് കേട്ടോ. പിന്നെ 16ാം തീയതി രാവിലെ ഹിന്ദിയാണ്. ഉച്ചയ്ക്ക് ശേഷം കലാപ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസം. 17ാം തീയതി ഇംഗ്ലീഷാണ് വരുന്നത്. 18ാം തീയതി ഗണിതം, മാത്സ് ആണ്. 19ാം തീയതി അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ് ആണ്. പിന്നെ 20, 21 ഇല്ല. 22ാം തീയതി സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ സോഷ്യൽ സയൻസ്. 23ാം തീയതി അവസാനത്തെ പരീക്ഷയാണ്. അന്ന് മലയാളം ഫസ്റ്റ്, അതായത് കേരള പാഠാവലി അല്ലെങ്കിൽ അറബിക്ക്, അതല്ലെങ്കിൽ സംസ്കൃതം. അപ്പം ഇങ്ങനെയാണ് കേട്ടോ മക്കളെ 6ാം ക്ലാസ് വരെയുള്ള മക്കളുടെ പരീക്ഷ ടൈം ടേബിൾ വരുന്നത്. ഇനി നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട എക്സാം പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം.